ഓ എടാ നോക്ക്, ഈ ആസ്ട്രോനട്സ് ഫ്ലോട്ട് ചെയ്യുന്നത് നോക്ക്, എന്ത് രസമാണല്ലേ. സീറോ ഗ്രാവിറ്റി ആയതുകൊണ്ടായിരിക്കും. അതൊന്നുമല്ല, പീപ്പിൾ ദേർ ആർ ഓൺ സ്ട്രൈറ്റ് ടൈം, സോ അവര് കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് അപ്പൂപ്പത്താടി പോലെ പറന്ന് നടക്കാണ്. ഓ ഇവനെ കൊണ്ട് തോറ്റല്ലോ അവന്റെ ഒരു ഡയറ്റ്. പിന്നെ അപ്പു, അവിടെ സ്പേസ് ക്രാഫ്റ്റിനകത്ത് സീറോ ഗ്രാവിറ്റി ഒന്നുമല്ല, അവിടെ നല്ല ഗ്രാവിറ്റി ഉണ്ട്. പിന്നെ അവര് ചുമ്മാ അങ്ങ് ഒഴുകി നടക്കുമൊന്നുമല്ല. ആക്ച്വലി അവര് കണ്ടിന്യൂസ് ആയി താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അതെ, എർത്തിൽ നിന്നും ഏതാണ്ട് 300 to 400 കിലോമീറ്റർ എബോവ് ആയിരിക്കും ഈ സ്പേസ് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കാം. അവിടെ എർത്തിന്റെ ഓൾമോസ്റ്റ് 90% ഗ്രാവിറ്റിയും ഉണ്ട്. സോ എർത്ത് സ്വാഭാവികമായും ഈ സ്പേസ് ക്രാഫ്റ്റിനെ താഴോട്ട് പുൾ ചെയ്യുമല്ലോ. പക്ഷേ ഈ സ്പേസ് ക്രാഫ്റ്റ് 28,000 കിലോമീറ്റർ പെർ അവർ എന്ന സ്പീഡിൽ സ്ട്രേറ്റ് ലൈൻ ആയി മൂവ് ചെയ്യുന്നുമുണ്ട്. സോ ഇത് കണ്ടിന്യൂസ്ലി എർത്തിന്റെ പുള്ളിനെ മിസ് ചെയ്ത് എർത്തിനെ ഒരു കർവ്ഡ് പാത്തിൽ ഓർബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ സ്പേസ് ക്രാഫ്റ്റും അതിനകത്തുള്ള ആളുകളും ആർ ഇൻ കോൺസ്റ്റന്റ് ഫ്രീ ഫോൾ. ദേ ആർ ഫോളിംഗ് കണ്ടിന്യൂസ്ലി ടുവേഴ്സ് എർത്ത് ആൻഡ് മിസ്സസ് ഇറ്റ്. ഓ സൺ എർത്തിൽ വീഴാത്തത് പോലെ അല്ലേ? ആ അതുപോലെ തന്നെ താഴോട്ട് വീണുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും വെയിറ്റ്ലെസ് ആയി തോന്നില്ലേ? ഈ സെയിം തോന്നലാണ് ആസ്ട്രോനോട്സിനും ഉള്ളത്. അതുകൊണ്ടാണ് അവർ വെയിറ്റ്ലെസ് ആയി ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത്. അപ്പോൾ വെയിറ്റ്ലെസ് അവർ ഫ്രീ ഫോൾ ചെയ്താൽ മതിയല്ലേ? ചുമ്മാ കുറെ സാലഡ് കഴിച്ച സമയം കളഞ്ഞു. ഓ സാരല്ലടാ, അടുത്ത തവണ വെയിറ്റ് നോക്കുമ്പോൾ നമ്മൾക്ക് വെയിങ് മെഷീൻ എടുത്ത് കൂടെ ചാടാം. എന്താ?